ഹലോ എവരി വൺ വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ സ്റ്റേറ്റ് സ്പേസ് അനാലിസിസിൽ സൊല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻ ഒരു ചെറിയ ഡെറിവേഷൻ ഉണ്ട്, അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സൊല്യൂഷൻ ഓഫ് നോൺ ഹോമോജീനിയസ് സ്റ്റേറ്റ് ഇക്വേഷൻ. നോൺ ഹോമോജീനിയസ് സ്റ്റേറ്റ് ഇക്വേഷൻ. നമ്മളെ സ്റ്റേറ്റ് ഇക്വേഷൻ ആദ്യം എഴുതാം. എക്സ് ഡോട്ട് ഇൻ ടേംസ് ഓഫ് ടിയിലാണ് എഴുതുന്നത്. എക്സ് ഡോട്ട് ടി ഈക്വൽസ് എ എക്സ് ടി പ്ലസ് ബി യു ഓഫ് ടി. നമ്മളിതിനെ ഷോർട്ടായിട്ട് എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു എന്ന് പറയും. ഇതെല്ലാം വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് വരുന്നത്. സോ എക്സ് ഡോട്ട് ടി ഈക്വൽസ് എ എക്സ് ടി പ്ലസ് ബി യു ഓഫ് ടി. ഇതിനകത്ത് ഈ ടേം ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് കൊണ്ടുപോവുകയാണ്. ദറ്റ് ഈസ് എക്സ് ഡോട്ട് ടി മൈനസ് എ എക്സ് ഓഫ് ടി ഈക്വൽസ് ബി യു ഓഫ് ടി. ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ്, എക്സ് ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ് ഇക്വേഷൻ എടുത്തു. ഇതിൽ എക്സ് ഡോട്ട് ടി മൈനസ് എ എക്സ് ഓഫ് ടി ഈക്വൽ ടു ബി യു ഓഫ് ടി എന്ന് എഴുതി. ഇനി നെക്സ്റ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു ഇ റൈസ് മൈനസ് എ ടി ടേം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, നമ്മളിവിടെ ഒരു ഇ റൈസ് മൈനസ് എ ടി ടേം കൊണ്ട് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യും. സോ ഇ റൈസ് മൈനസ് എ ടി ഇൻറ്റു എക്സ് ഡോട്ട് ടി മൈനസ് എ എക്സ് ഓഫ് ടി ഈക്വൽസ് ഇ റൈസ് മൈനസ് എ ടി ബി യു ഓഫ് ടി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇ റൈസ് മൈനസ് എ ടി എക്സ് ഡോട്ട് ടി മൈനസ് ഇ റൈസ് മൈനസ് എ ടി എ ഇൻറ്റു എക്സ് ഓഫ് ടി ഈക്വൽസ് ഇ റൈസ് മൈനസ് എ ടി ബി യു ഓഫ് ടി എന്ന് കിട്ടും. നമുക്കറിയാം ഡി ബൈ ഡി ടി ഓഫ് ഒരു ടേം ആണെങ്കിൽ ഇത് വരും ഫസ്റ്റ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്. അപ്പൊ ഇത് ആ ഒരു ഫോർമുലയിലേക്ക് കിടക്കുന്നത്. അപ്പൊ ഇതിന് നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് ഇ റൈസ് മൈനസ് എ ടി എക്സ് ഓഫ് ടി എന്ന് എഴുതാൻ പറ്റും. അതായത് നമ്മൾ ഇതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ, അതാണ് ഈ ഫസ്റ്റ് ഫംഗ്ഷൻ, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, അതാണ് എക്സ് ഡോട്ട് ടി എന്ന് പറയുന്നത്. സെക്കൻഡ് ഫംഗ്ഷൻ എക്സ് ഓഫ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇ റൈസ് മൈനസ് എ ടി, അതിനുശേഷം മൈനസ് എ ടിയുടെ എന്ത് വരും, മൈനസ് എന്ന് വരും. അപ്പം ഈ ഒരു ടേമിന് നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടി എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് മൈനസ് എ ടി ബി യു ഓഫ് ടി, റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, നമ്മളുടെ എയിം എന്ന് വെച്ചാൽ എക്സ് ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വി വിൽ integrate both sides with respect to t within limit 0 to t. ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ എന്ത് ചെയ്യും, ഇന്റഗ്രേറ്റ് ചെയ്യും വിത്തിൻ ദ ലിമിറ്റ് 0 to t. അപ്പം ഡി ബൈ ഡി ടി ഓഫ് ഇന്റഗ്രൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്റഗ്രൽ ഡെറിവേറ്റീവ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നമ്മളെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എന്ത് വരും, ഇ റൈസ് മൈനസ് എ ടി എക്സ് ഓഫ് ടി ഇന്റഗ്രൽ ഉടൻ തൊട്ടാ the value from 0 to t equal to ഈ റൈറ്റ് സൈഡ് എന്ത് വരും, ഇന്റഗ്രൽ 0 to t ഇ റൈസ് മൈനസ് എ ടി ബി യു ഓഫ് ടി എന്ന് വരും. നമ്മൾ ഈ സ്റ്റെപ്പിൽ എന്താ ചെയ്തത്, ഇന്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു 0 to t. നമുക്കറിയാം ഇന്റഗ്രലും ഡി ബൈ ഡി ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്റഗ്രൽ ഡെറിവേറ്റീവ് ക്യാൻസൽ പോകും. അപ്പം ഫ്രം ദ ടൈം ഇന്റർവൽ 0 to t ആണ്. അപ്പൊ ഇതിനകത്ത് എന്ത് വരും, ഇന്റഗ്രലും ഡി ബൈ ഡി ടി ക്യാൻസൽ ചെയ്ത് പോകും. വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇ റൈസ് മൈനസ് എ ടി ഫ്രം 0 to t. നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ റൈസ് മൈനസ് എ ടി എക്സ് ഓഫ് ടി ഈക്വൽസ് ഇന്റഗ്രൽ 0 to t ഇ റൈസ് മൈനസ് എ
tau b u tau d tau. ഇവിടെ 0 to t ആൻഡ് നമ്മളിവിടെ ചേഞ്ച് ടോ ആക്കിയിട്ടുണ്ട്. ഇതിന് നമ്മൾ അതിന്റെ വാല്യൂ കൊടുക്കുമ്പോഴത്തേക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? അപ്പർ ലിമിറ്റ് ടി കൊടുക്കുമ്പോഴത്തേക്ക് ഇ റേസ് മൈനസ് എ ടി എക്സ് ഓഫ് ടി വരും. ഓക്കെ, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇ റേസ് ടു 0 1 ഇൻറ്റു ടിക്ക് 0 കൊടുക്കുമ്പോഴത്തേക്ക് എക്സ് ഓഫ് 0 കിട്ടും. ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ടി വേരിയബിൾ ടൗ ആക്കിയിട്ടുണ്ട്. ഇ റേസ് ടു മൈനസ് എ ടൗ ബി യു ടൗ ഡി ടൗ. ഇനി ഈ എക്സ് ഓഫ് 0 നമ്മളങ്ങ് റൈറ്റ് സൈഡിൽ കൊണ്ടുപോവാണ്. എന്തുവരും? ഇ റേസ് ടു മൈനസ് എ ടി എക്സ് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് 0 പ്ലസ് ദിസ് ടേം ഇന്റഗ്രൽ 0 ടു ടി ഇ റേസ് ടു മൈനസ് എ ടൗ ബി യു ടൗ ഡി ടൗ. ഇനി എക്സ് ഓഫ് ടി ആണ് വേണ്ടത്. നമ്മൾ ഇ റേസ് ടു മൈനസ് എ ടി ടേം ഇവിടെ ഉണ്ട്. അപ്പൊ അതിന് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇ റേസ് ടു എ ടി കൊണ്ട് മൾട്ടിപ്ലൈ. ഓക്കെ, അപ്പം 3 മൾട്ടിപ്ലൈങ് ബൈ ഇ റേസ് ടു എ ടി. നമ്മൾ ഇ റേസ് ടു എ ടി ആയിരുന്നു സ്റ്റേറ്റ് ട്രാൻസിറ്റ് മെട്രിക്സ്. അപ്പം നമ്മൾ സ്റ്റേറ്റ് ട്രാൻസിറ്റ് മെട്രിക്സ് കൊണ്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മൾട്ടിപ്ലൈ. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇ റേസ് ടു മൈനസ് എ ടി ഇൻറ്റു ഇ റേസ് ടു എ ടി വരും. അപ്പോൾ ഇ റേസ് ടു 0 വരും. ഇ റേസ് 0 എന്ന് വെച്ചാൽ 1 വരും. അപ്പം ഈ ടേം എന്തായിട്ട് മാറും? 1 ആവും. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എന്ത് മാത്രമേ എടുത്തുള്ളൂ? എക്സ് ഓഫ് ടി മാത്രമേ എടുത്തുള്ളൂ. എക്സ് ഓഫ് ടി ഈക്വൽ ടു, ഇപ്പൊ ഈ റൈറ്റ് സൈഡിലും ഇ റേസ് ടു എ ടി മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇ റേസ് ടു എ ടി എക്സ് ഓഫ് 0 പ്ലസ് ഈ ടേമിൽ എന്ത്? ഇ റേസ് ടു എ ടി ഇന്റഗ്രൽ 0 ടു ടി ഇ റേസ് ടു മൈനസ് എ ടൗ ബി യു ടൗ ഡി ടൗ. ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം: എക്സ് ഓഫ് ടി ഈക്വൽസ് ഇ റേസ് ടു എ ടി എക്സ് ഓഫ് 0 പ്ലസ് ഇ റേസ് ടു നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോഴത്തേക്ക് എന്ത് വരും? ഇന്റഗ്രൽ 0 ടു ടി. ഇതിന് നമുക്ക് കോമൺ എടുക്കുമ്പോഴത്തേക്ക് ഇ റേസ് ടു എ ഇവിടെ ബാക്കി റിമൈനിങ് ടി ഇവിടെ എന്ത് വരും? മൈനസ് ടൗ വരും. ബാക്കി ബി യു ടൗ ഡി ടൗ എന്ന് വരും. അത് ഈ ടേം ഇവിടെ കൊണ്ടുപോകും. എന്നിട്ട് അതിനെ ഇപ്പോൾ ഇ റേസ് ടു എ ടി ഇ റേസ് ടു മൈനസ് എ ടൗ എന്ന് വരും. അപ്പോൾ ഇ റേസ് ടു ഇതിനെ എ ടി മൈനസ് എ ടൗ എന്ന് എഴുതാം. ഇ റേസ് ടു എ കോമൺ എടുക്കുമ്പോഴത്തേക്ക് ടി മൈനസ് ടൗ എന്ന് വരും. ഇതാണ് ഈ ടേം വന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ഓഫ് ടി ആണ് നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് 2 പാർട്ട് ഉണ്ട്. അതിൽ ഇ റേസ് ടു എ ടി എക്സ് ഓഫ് 0 എന്ന് പറയുന്നതാണ് നമ്മളുടെ ഹോമോജീനിയസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഹോമോജീനിയസ് സൊല്യൂഷൻ ഈ പാർട്ടിന്. ഈ സെക്കൻഡ് ടേമിനാണ് നമ്മൾ ഫോഴ്സ്ഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഫോഴ്സ്ഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഹോമോജീനിയസ് സൊല്യൂഷനും നോൺ ഹോമോജീനിയസ് സൊല്യൂഷനും ഉണ്ട്. നമ്മളിവിടെ നോൺ ഹോമോജീനിയസ് സൊല്യൂഷൻ എടുത്തത്. നോൺ ഹോമോജീനിയസ് സൊല്യൂഷനകത്ത് ഒരു ഹോമോജീനിയസ് പാർട്ട് കാണും, ഒരു ഫോഴ്സ് സൊല്യൂഷൻ പാർട്ട് കാണും. അപ്പോൾ സൊല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഹോമോജീനിയസിന്റെ പാർട്ടായിരുന്നു പറഞ്ഞിരുന്നത്. അതുപോലെ ഒരു ഈസി ട്രിക്ക് വെച്ചിട്ട് നമ്മൾ സെക്കൻഡ് മെത്തേഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത ഒരു പ്രോബ്ലവും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ ഇതുവരെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ ആണ്. അതിന്റെ സ്മോൾ ഡെറിവേഷൻ ആണ്. ആദ്യമേ നമ്മൾ എക്സ് ഡോട്ട് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് ടി പ്ലസ് ബി ഇൻറ്റു യു ഓഫ് ടി, അതായത് എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു എന്റെ എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് പിയിൽ റെപ്രസെന്റ് ചെയ്ത് സെക്കൻഡ് സ്റ്റെപ്പിൽ എക്സ് ഡോട്ട് ഈ ടേം ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഇ റേസ് ടു മൈനസ് 80 എന്നുള്ളൊരു ടേം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോഴത്തേക്ക് ലെഫ്റ്റ് ടേം എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് ഇ റേസ് ടു മൈനസ് 80 എക്സ് ഓഫ് ടി എന്ന് വരും. അപ്പം വി ആർ ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു ടി വിത്തിൻ ദ ലിമിറ്റ് 0 ടു ടി ആണ്. അപ്പോൾ ഇവിടെ ഈ ടേം ക്യാൻസൽ ചെയ്ത് വി നീഡ് ടു put the value from 0 to t. ഇവിടെ എന്തുവരും? ഇന്റഗ്രൽ എ റേസ് മൈനസ് 80 ബി യു ടി ഡി ടി എന്ന് വരും. അപ്പം നമ്മളിവിടെ 0 to t ആയതുകൊണ്ട് ഈ ടി വേരിയബിൾ ടൗ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതിന് ശേഷം എന്ത് ചെയ്തു? അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തു. അതിന് അപ്പോൾ ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടി. തേർഡ് സ്റ്റെപ്പിൽ
നമ്മൾ എന്ത് ചെയ്തു? പ്രീ മൾട്ടിപ്ലൈങ് ബൈ ഇ റൈസ് ടു എ ടി. ഇതാണ് നമ്മളുടെ ഫൈ ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് കിട്ടി? എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇ റൈസ് ടു എ ടി എക്സ് ഓഫ് സീറോ പ്ലസ് ഇ റൈസ് ടു എ ടി ഇന്റഗ്രൽ ഈ ടേം കിട്ടി. അതിന്റെ ഇ റൈസ് ടു എ ടി എക്സ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ ഹോമോജിനസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ഹോമോജിനസ് ഇക്വേഷൻ ചോദിക്കാം, നോൺ ഹോമോജിനസ് ഇക്വേഷൻ ചോദിക്കാം. ഹോമോജിനസ് ഇക്വേഷൻ വരുമ്പോഴത്തേക്ക് ഇ റൈസ് ടു എ ടി എക്സ് ഓഫ് സീറോ പ്ലസ് ഇന്റഗ്രൽ സീറോ ടു ടി ഇ റൈസ് ടു എ ടി മൈനസ് ടൗ ബി യു ടൗ ഡി ടൗ. ഇതാണ് അതിന്റെ എക്സ്പ്രഷൻ വരുന്നത്. അപ്പൊ ഇതിനെയാണെങ്കിൽ നമുക്ക് ഇ റൈസ് ടു എ ടി എന്ന് പറയുന്നത് ഈ റെപ്രസെന്റഡ് ബൈ ഫൈ ഓഫ് ടി. ദിസ് ഈസ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്. അപ്പം ഇതിനെ നമുക്ക് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സിന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈക്വൽസ് ഇ റൈസ് ടു എ ടി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഫൈ ഓഫ് ടി ആണ്. ഫൈ ഓഫ് ടി നെക്സ്റ്റ് എന്താ വരുന്നത്? എക്സ് ഓഫ് സീറോ പ്ലസ് ഇന്റഗ്രൽ സീറോ ടു ടി ഇവിടെ ഇ റൈസ് ടു എ ടി മൈനസ് ടു ആണ്. ഇ റൈസ് ടു എ ടി ഫൈ ഓഫ് ടി ആണെങ്കിൽ ഇ റൈസ് ടു എ ടി മൈനസ് ടു എന്ന് വരും ഫൈ ഓഫ് ടി മൈനസ് ടു. ടി ഈസ് റീപ്ലേസ്ഡ് ബൈ ടി മൈനസ് ടു. സോ ദിസ് ഈസ് ഫൈ ഓഫ് ടി മൈനസ് ടൗ ബി യു ടൗ ഡി ടൗ. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ഈ ടിയുടെ വാല്യൂ ടി ഈക്വൽ ടു ടി സീറോ ഇനിഷ്യൽ കണ്ടീഷൻ കൺസിഡർ ചെയ്യും. ദാറ്റ് ഈസ് ഇഫ് ദ initial condition is given, if the initial condition is given at t equal to t0, then t equal to t0 instead of 0 ക്ക് പകരം t equal to t0 വരുമ്പോഴത്തേക്ക് the solution is suppose the initial condition is given at t equal to t0. നമ്മൾ എന്ത് ചെയ്യണം? 0 ഉള്ളിടത്ത് t0 പുട്ട് ചെയ്യണം. ഓക്കെ, ഇതിനകത്ത് എക്സ് ഓഫ് ടി ഈക്വൽസ് ഫൈ ഓഫ് നോർമലി ടി മൈനസ് 0 വരും ഇനിഷ്യൽ കണ്ടീഷൻ. ഇങ്ങനെ എക്സ് ഓഫ് 0 പ്ലസ് ഇന്റഗ്രൽ 0 ടു ടി ഫൈ ടി മൈനസ് ടൗ ബി യു ടൗ ഡി ടൗ. അപ്പൊ ഇവിടെ ഇനിഷ്യൽ കണ്ടീഷൻ ടി ഈക്വൽ ടു t0 കണ്ടീഷൻ. ഇനിഷ്യൽ സാധാരണ 0 ആണ്. ഇപ്പൊ t0 വരുന്ന കണ്ടീഷനിൽ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ജസ്റ്റ് എന്ത് ചെയ്താൽ 0 ഉള്ളിടത്തല്ല t0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. സോ ഇനിഷ്യൽ കണ്ടീഷൻ ടി ഈക്വൽ t0 വരുമ്പോഴത്തേക്ക് എന്റെ വാല്യൂ എക്സ് ഓഫ് ടി ഈക്വൽസ് ഫൈ ഓഫ് ടി മൈനസ് 0 ഉള്ളിടത്ത് t0 കൊടുക്കുക, എക്സ് ഓഫ് 0 ഉള്ളിടത്ത് t0 കൊടുക്കുക, പ്ലസ് ഇന്റഗ്രൽ 0 ഉള്ളിടത്ത് t0 കൊടുക്കുക, ടി ഫൈ ഓഫ് ടി മൈനസ് ടൗ ബി യു ടൗ ഡി ടൗ. ഇതാണ് ഇനിഷ്യൽ കണ്ടീഷൻ ടി ഈക്വൽ t0 വരുമ്പോഴത്തേക്ക് സൊല്യൂഷൻ ഓഫ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ രണ്ട് പാർട്ട് കാണും. ഇതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഹോമോജീനിയസ് സൊല്യൂഷൻ ആണ്. സെക്കൻഡ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ്ഡ് സൊല്യൂഷൻ ആണ്. ഇത് ഡെറിവേഷൻസ് പ്രീവിയസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഒരു ഡെറിവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിന്റെ പ്രോബ്ലവും നോർമലി ചോദിക്കാറുള്ളതാണ്. അപ്പം നമ്മളുടെ സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം എന്ന് പറയുന്നത്. അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് മെത്തേഡിൽ ഒരു പ്രോബ്ലം ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് മെത്തേഡിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കും. സ്റ്റേറ്റ് ഇക്വേഷൻ എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു ആണ്. നമ്മൾ ലാപ്ലാസ് എടുക്കുമ്പോഴത്തേക്ക് ഇത് ഡോട്ട് ആണ്, ഡെറിവേറ്റീവ് ആണ്. എന്ത് വരും? എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് മൈനസ് ഇനിഷ്യൽ കണ്ടീഷൻ എക്സ് ഓഫ് 0 ഈക്വൽ ടു എ ഇൻറ്റു എക്സ് ഓഫ് എസ്. എക്സ് ബിക്കംസ് എക്സ് ഓഫ് എസ് പ്ലസ് ബി ഇൻറ്റു യു ബിക്കംസ് യു ഓഫ് എസ് ആണ്. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. ഒരു ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരികയാണ്. എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു എക്സ് ഓഫ് എസ് ഈക്വൽ ടു എക്സ് ഓഫ് 0 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ എക്സ് ഓഫ് 0 പ്ലസ് ബി ഇൻറ്റു യു ഓഫ് എസ് എന്ന് വരും. ഇവിടെ നമ്മൾ എക്സ് ഓഫ് എസ് കോമൺ എടുക്കുകയാണ്. സോ എസ് മെട്രിക്സ് ആയതുകൊണ്ട് ഐഡന്റിറ്റി മെട്രിക്സ് മൈനസ് എ ഹോൾ ഇൻറ്റു എക്സ് ഓഫ് എസ് ഈക്വൽ ടു എക്സ് ഓഫ് 0 പ്ലസ് ബി ഇൻറ്റു യു ഓഫ് എസ് എന്ന് വരും. ഇവിടെ എക്സ് ഡോട്ട് ഈക്വൽ ടു എക്സ് പ്ലസ് ബി യു എടുത്തു. അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം, ടേക്കിംഗ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. ഡി ബൈ ഡി ടിന്റെ വരുമ്പോഴത്തേക്ക് എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് ഇനിഷ്യൽ കണ്ടീഷൻ എക്സ് ഓഫ് 0. അപ്പൊ നമുക്ക് അതിനെ റീഅറേഞ്ച് ചെയ്ത് എക്സ് ഓഫ് എസ് കോമൺ എടുക്കുമ്പോഴത്തേക്ക് എസ് ഐ മൈനസ് എ ഇൻറ്റു എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എക്സ് 0 പ്ലസ് ബി ഇൻറ്റു എക്സ് 0 പ്ലസ് ബി യു ഓഫ് എസ് എന്ന് വരും. ഇതിൽ നിന്ന് എക്സ് ഓഫ് എസ് എന്താ? എക്സ് ഓഫ് എസ് ഈക്വൽ ടു
എക്സ് ഓഫ് 0 പ്ലസ് ബി ഇൻറ്റു യു ഓഫ് എസ് എന്ന് വരും, ഡിവൈഡഡ് ബൈ എസ് ഐ മൈനസ് എ എന്ന് വരും. അപ്പോൾ എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇത് എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഓഫ് 0 പ്ലസ് ബി യു ഓഫ് എസ് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എക്സ് ഓഫ് ടി ആണ്. എക്സ് ഓഫ് എസ്സിന്ന് എക്സ് ഓഫ് ടി കിട്ടണമെങ്കിൽ വി നീഡ് ടു ടേക്ക് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫർ എടുക്കുമ്പോഴത്തേക്ക് രണ്ടിടത്ത് ഇൻവേഴ്സ് എടുക്കുക. അപ്പൊ എക്സ് ഓഫ് എസിന്റെ ഇൻവേഴ്സ് എക്സ് ഓഫ് ടി ഈക്വൽ ടു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എന്ത് വരും, എസ് ഐ മൈനസ് എ ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് 0 പ്ലസ് ബി യു ഓഫ് എസ് വരും. ഓക്കെ, ഇതാണ് നമ്മൾ സെക്കൻഡ് മെത്തേഡ്. ലാപ്ലാസ് ട്രാൻസ്ഫർ എടുത്തിട്ട് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ടി ഈക്വൽസ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് ഹോൾ ഇൻറ്റു എക്സ് 0 പ്ലസ് ബി യു ഓഫ് എസ്. ഈ രണ്ട് മെത്തേഡും ചെയ്യാം, രണ്ടും സെയിം ആണ്. ഒന്ന് ഇത് ടൈം ഡൊമെയിൻ ഫൈ ഓഫ് ടി വെച്ചിട്ടുള്ളതും ഇത് ലാപ്ലാസ് ഡൊമെയിൻ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇൻ ലാപ്ലാസ് ഡൊമെയിൻ ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് ഹോൾ ഇൻറ്റു എക്സ് 0 പ്ലസ് ബി ഇൻറ്റു യു ഓഫ് എസ് ആണ്. നമുക്ക് റെസ്പോൺസ് ഹോമോജിനസ് സൊല്യൂഷന്റെ റെസ്പോൺസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കേസിൽ നമുക്കിങ്ങനെ സ്റ്റേറ്റ് ഇക്വേഷൻ വരും, എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു എന്നിട്ടുള്ള വൈ ഈക്വൽ ടു സി എക്സ് പ്ലസ് ഡി യു സ്റ്റേറ്റ് ഇക്വേഷൻ തരും. അപ്പോൾ അതിൽ നിന്ന് അതുപോലെ എക്സ് ഓഫ് 0യുടെ വാല്യൂ തരും. ഓക്കെ, അപ്പോൾ നമുക്ക് റെസ്പോൺസ് അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോജിനസിന്റെ കേസിൽ എന്ത് കണ്ടുപിടിക്കണം, എയിന്ന് നമ്മൾ ഫൈറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പം എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഫൈ ടി ഇൻറ്റു എക്സ് ഓഫ് 0 ആയിരിക്കും. അതുകൊണ്ട് ഹോമോജിനസ് ഇക്വേഷൻ ഫൈ ടി ഇൻറ്റു എക്സ് ഓഫ് 0. നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ സൊല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻ, നോൺ ഹോമോജിനസ് ഇക്വേഷന്റെ ഡെറിവേഷനും അതുപോലെ സെക്കൻഡ് മെത്തേഡുമാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്ത്, ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് ഹോമോജിനസിന്റെ ഒരു വീഡിയോയും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, തീർച്ചയായും നോക്കുക. താങ്ക് യു. ബിടെക് മെഡീസ്.